ഇന്ന് ഒരു കഥ പറയാം. സ്റ്റോറി അബൌട്ട് ബിലീവിങ്. സോ പണ്ട് ഒരു ബിസിനസ്മാൻ ഉണ്ടായിരുന്നു. പുള്ളി കടമൊക്കെ കയറി ഭയങ്കര പ്രശ്നത്തിലായി. പുള്ളിയുടെ ബിസിനസ് തോറ്റുകൊണ്ടിരിക്കുക. പുള്ളിക്ക് ഇതിനെയും കണ്ടിന്യൂ ചെയ്യണോ അതോ നിർത്തണോ എന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുക. ഒരു ദിവസം ഇങ്ങനെ പാർക്കിലൂടെ നടന്നു. അവിടുത്തെ പാലത്തിൽ ചെന്ന് നിന്നിട്ട് പുള്ളി താഴോട്ട് നോക്കിയപ്പോൾ പുള്ളിയുടെ റിഫ്ലക്ഷൻ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു പ്രായമായ ഒരാൾ ഒരിടത്ത് ഒരു ലൈക്ക് ഫ്രം ദ ഡാർക്ക്നെസ് എന്നൊക്കെ പറയുന്ന ഒരു പുള്ളി വന്നിട്ട് ഈ ബിസിനസ്മാൻ ഇങ്ങനെ നിൽക്കുന്നത് പ്രായമായ ആൾ ചോദിച്ചു, എന്തു പറ്റി, എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. എന്തോ കാരണത്താൽ ബിസിനസ്മാൻ കാര്യമൊക്കെ പറഞ്ഞു. പുള്ളിയുടെ അവസ്ഥയെല്ലാം പുള്ളി ഷെയർ ചെയ്തു. അപ്പോഴത്തേക്ക് ഈ പ്രായമായ ആൾ പറഞ്ഞു, ഐ തിങ്ക് ഐ ക്യാൻ ഹെൽപ്പ് യു എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ പുള്ളിയുടെ കയ്യിൽ ഇരുന്ന് ഒരു ചെക്ക് എടുത്തിട്ട് എഴുതി മറ്റേ ബിസിനസ്മാൻ്റെ പേരും ചോദിച്ചിട്ട് ഒരു തുക എഴുതിയിട്ട് കൊടുത്തു. ഈ ബിസിനസ്മാൻ ആണെങ്കിൽ അന്ന് വൈകിട്ട് എന്നിട്ട് പുള്ളിയുടെ ഓഫീസിൽ ചെന്ന് തുറന്നു നോക്കി $500,000 ഒരു ചെക്ക്. അത്രയും വലിയൊരു തുക അന്ന് പുള്ളി കണ്ട. ആദ്യം പുള്ളി ഓർത്ത് വെറുതെ പറ്റിക്കാനുള്ളതാണ്. അന്നേരമാണ് പുള്ളി ശ്രദ്ധിച്ച് ആരാണ് ഈ ചെക്ക് എഴുതി തന്നത്. ജോൺ ഡി റോക്ക്ഫെല്ലർ. ഒരു ആ സമയത്ത് ഭയങ്കര റിച്ചസ്റ്റ് മനുഷ്യനായിരുന്നു. പുള്ളിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇങ്ങനെ പൈസ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം ഈ ബിസിനസ്മാൻ ആദ്യം വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഈ തുക കൊണ്ട് പുള്ളിയുടെ ഡെപ്റ്റ് മൊത്തം തീർക്കാം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഓർത്ത്, എൻ്റെ കയ്യിൽ എന്നാണല്ലോ ഈ ചെക്ക് ഇരിപ്പുണ്ട് $500,000. അപ്പം എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് എടുക്കാം. അതുകൊണ്ട് പുള്ളിയുടെ ബിസിനസ് നിർത്താതെ അത് തന്നെ തുടരാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് പുള്ളി ആ ചെക്ക് അപ്പോൾ ക്യാഷ് ഔട്ട് ചെയ്തില്ല, പുള്ളി അത് തന്നെ വെച്ചു. പുള്ളി അങ്ങനെ പുള്ളിയുടെ ഈ വിശ്വാസത്തിൽ ഈ പുതിയ ചെക്കൊക്കെ കിട്ടി. ഇനി പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും പ്രശ്നമില്ല, ഈ ചെക്ക് ചെയ്യുന്നെടുക്കുക എന്നുള്ള മൈൻഡ് സെറ്റായിട്ട് പുള്ളിയുടെ ബിസിനസ് വളർത്താൻ തുടങ്ങി. അത് ഭയങ്കര രീതിയിൽ വലുതായി. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് പുള്ളി ഒരു വലിയ റിച്ച് മാനായി. വയസ്സായ മനുഷ്യൻ പുള്ളി ഒരു എഗ്രിമെൻ്റ് പോലെ പറഞ്ഞു, 1 വർഷം കഴിയുമ്പം നീ സമയത്ത് ഇവിടെ തന്നെ വരണമെന്ന് പറഞ്ഞിരുന്നു. ഒരു വർഷമായപ്പം ഈ എഗ്രീഡ് അപ്പോൺ ടൈമിൽ ഈ പുള്ളി ആ പാർക്കിൽ അതേ സ്ഥലത്ത് തന്നെ എത്തി. അപ്പം കുറച്ച് നേരം കഴിഞ്ഞ് വയസ്സായ അദ്ദേഹം അവിടെ തന്നെ വന്നിരുന്നു. അന്നേരം തന്നെ ഒരു നേഴ്സ് ഓടി വന്നിട്ട് ഈ വയസ്സായ പുള്ളിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചിട്ട് പുള്ളിയെ കൊണ്ടുപോവുക. അപ്പം ഈ ബിസിനസ്മാനോട് നേഴ്സ് അപ്പോളജൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ പുള്ളിയാണെങ്കിൽ ജോൺ ഡി റോക്ക്ഫെല്ലർ ആണെന്നും പറഞ്ഞ് ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുകയൊക്കെ എപ്പോഴും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് പുള്ളിക്കും ഇത്രയും മനസ്സിലായ പുള്ളിയുടെ ബിസിനസ് ഇത്രയും സക്സസ്ഫുൾ ആയതിന് കാരണം പുള്ളിയിലുള്ള വിശ്വാസം തന്നെയാണ്. ഈവൻ ദോ the information on which his beliefs were based was false.